ഇന്ന് കുറച്ച് കുക്കിങ്ങും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെറിയൊരു ജോലി എന്ന് പറയാനില്ല, എന്നാലും ചെറുതായിട്ട് ഒരു സ്റ്റിച്ചിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ ഷോപ്പിൽ. ഇതിൻ്റെ ഇടയിൽ ഞാനവിടെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് അവിടെ തന്നെ കട്ട് പീസ് തയ്ക്കുകയാണ്. അപ്പോൾ ഫെയിൻറ്റും ഫെയിൻ്റാണ് കേട്ടോ അധികം തയ്ക്കാറ്. ചുരിദാറിൻ്റെ ഫെയിൻ്റാണ്. പല ടൈപ്പിലുള്ള ഫെയിൻറ്റുകളൊക്കെ തയ്ക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഞാൻ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഇന്ന് കൂലി കിട്ടിയിട്ട് ഒരാഴ്ചത്തെ കൂലിയാണ്. അപ്പോൾ 649 ഉറുപ്പ്യ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഒരു 10 ഉറുപ്പ്യ നമുക്ക് നമ്മൾ നയിച്ചിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. പിന്നെ ഞാനിവിടെ പെരുന്നാളൊക്കെ ആയപ്പോൾ എനിക്ക് നെയ്റ്റിയൊക്കെ അൾട്ടർ ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ കഴിഞ്ഞ പെരുന്നാൾക്ക് എനിക്ക് ചെറിയ പെരുന്നാളിന് ഒരു 400 സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താ പറയുക, നോമ്പ് ടൈമായിരുന്നു ആ ടൈമിൽ. അപ്പോൾ പിന്നെ കിട്ടിയതിൽ ചെറിയൊരു പൈസ ഞാനിങ്ങനെ സക്കാത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഭാഗം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് കുറച്ച് ഒരു 150 ഉറുപ്പ്യ വണ്ടിക്കൂലിക്ക് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. പിന്നെ ബാക്കി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഫ്രീ ബസ്സായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെ തമിഴ്നാട് ആയതുകൊണ്ട് തന്നെ തമിഴ്നാട് ബസ്സിന് ബോർഡറിലേക്ക് പോയിട്ട് വേണം, അവിടുന്ന് വേണം ഫ്രീ ബസ്സിന് കയറി പോകാൻ. അതിനനുസരിച്ച് നമ്മൾ സമയം നമുക്ക് എന്താ പറയുക, സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഒരു 9 മണിയാകുമ്പോഴത്തേക്കും റൂട്ടിലെത്തിയാലേ നമുക്ക് ഇവിടെ നിന്നുള്ള ബസ് കിട്ടുള്ളൂ കേട്ടോ, തമിഴ്നാട് ബസ്. അത് കയറി കഴിഞ്ഞ് നമ്മൾ 7 രൂപ മതി നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ട് കിട്ടും. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടാവും നമ്മുടെ പ്രിയദർശിനി ബസ് ബത്തേരിയിലേക്ക്. അപ്പോൾ അതിൽ കയറിയിട്ട് ഫ്രീ ആയിട്ട് പോകാം. അല്ല നമുക്ക് തമിഴ്നാട് ബസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോക്കോ അല്ലെങ്കിൽ ജീപ്പിനൊക്കെ പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 20 രൂപ എന്തായാലും കൊടുക്കണം വണ്ടിക്ക്. അപ്പോൾ നമുക്ക് 25 രൂപയാണ് ബത്തേരിയിലേക്ക്. 20 ഉറുപ്പ്യ കൊടുത്ത് നമ്മൾ ബോർഡറിലെത്തി നമ്മൾ പ്രിയദർശിനിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 5 രൂപ മാത്രമേ നമുക്ക് അതിൽ ലാഭം കിട്ടുള്ളൂ കേട്ടോ. അല്ല ഞാൻ ത്രൂ ആയിട്ട് ചിലപ്പോൾ കൂടുതൽ ഒരു ബത്തേരിക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 30 ഉറുപ്പ്യാണ് കേട്ടോ മൊത്തത്തിൽ ലാഭം. തിരിച്ചു വരുമ്പോഴും അത് ത്രൂ ആയിട്ട് തന്നെ വരും. കാരണം നമ്മൾ ഇറങ്ങി കയറുമ്പോൾ ടൈമാവും, കുട്ടികൾ അപ്പോഴത്തേക്കും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്കധികം വണ്ടിക്കൂലി എന്താ പറയുക സേവ് ചെയ്യാൻ നോക്കിയാലും ടൈമിൻ്റെ ചെറിയ ചെറിയ പ്രശ്നം കൊണ്ട് അത് സേവ് ചെയ്യാൻ ചില ദിവസങ്ങളിലൊന്നും പറ്റാറില്ല കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം പണികളൊക്കെ ഒരുക്കി കുട്ടികളൊക്കെ പറഞ്ഞതിന് ശേഷം ഓടലാണ് കേട്ടോ റൂട്ടിലേക്ക്. റൂട്ടിൽ നിന്ന് നമുക്ക് കുറച്ചധികം അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ സ്റ്റോപ്പിലേക്ക്. ടൗണിൽ പോയിട്ട് കയറാറില്ല ഞാൻ, ടൗണാണ് നമുക്കടുത്ത്. അപ്പോൾ ടൗണിൽ പോകാൻ മടിച്ചിട്ട് പിന്നെ വേറെ പ്രത്യേക സ്റ്റോപ്പുണ്ട് കേട്ടോ, അവിടെ പോയിട്ടാണ് ബസ് കയറൽ. എന്താണെന്നറിയില്ല, ആ ഒരു നമുക്ക് കൂലി കൈ കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ അധ്വാനിച്ചിട്ട് ഒരു 10 രൂപ നമ്മളെ കയ്യിൽ കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് തന്നെയാണ് അതൊക്കെ. പിന്നെ എനിക്ക് സ്റ്റിച്ചിങ്ങിനോട് നല്ല താല്പര്യം ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ആദ്യം മുതലേ അമ്മച്ചിയൊക്കെ തയ്ക്കുന്നതുകൊണ്ട് അമ്മച്ചി എൻ്റെ ഡ്രസ്സൊക്കെ അമ്മച്ചി തന്നെയാണ് തയ്ക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്കും തയ്ക്കാനറിയാം, പക്ഷേ വെട്ടാനറിയില്ലായിരുന്നു കേട്ടോ. എങ്ങനെ വെട്ടി തന്നാലും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതേപോലെയൊക്കെ തയ്ക്കും. പക്ഷേ വെട്ടാൻ മാത്രം അറിയാത്തതുകൊണ്ട് കുറച്ച് ദിവസം അങ്ങനെ പഠിക്കാനൊക്കെ ആയിട്ട് വെട്ടാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു ചെറുതായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്നാലും വല്ലാണ്ടൊക്കെ അങ്ങോട്ടായിട്ടില്ല. നമ്മളതൊക്കെ വെട്ടാം, പുറത്തുള്ളതൊക്കെ വാങ്ങി വെട്ടാൻ അത്ര വല്ലാണ്ടൊരു പ്രാക്ടീസ് ആയിട്ടില്ല, എന്നാലും പഠിച്ചു എന്ന് പറയാം. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ചെറിയൊരു
ഇതിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തുമെന്ന്. അങ്ങനെ നമ്മൾ പ്രിയദർശിനി ബസ് കിട്ടിയാൽ തന്നെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അപ്പം അതിൽ പിന്നെ അധികവും പെണ്ണുങ്ങൾ തന്നെയായിരിക്കും. ഒന്നാമത് ഫ്രീ ആണല്ലോ. പിന്നെയെന്ന് വെച്ചിട്ട് നമ്മുടെ ബോർഡറിൽ നിന്ന് നമ്മളെ വയനാടിൻ്റെ തമിഴ്നാടിൻ്റെ അതിർത്തി കടക്കാനുള്ള ആ ഒരു ബസ് മാത്രമേ നമുക്ക് ഉള്ളൂ കേട്ടോ. പ്രൈവറ്റ് ബസ്സൊന്നും നമുക്ക് തമിഴ്നാട്ടിലേക്ക് അലൗഡ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ KSRTCയിലാണ് പോവുക. പിന്നെ നമ്മൾ ബോർഡറൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് എത്തി വയനാട് ഏകദേശം ബത്തേരിയൊക്കെ എത്താനൊക്കെ ആയി തുടങ്ങുമ്പോൾ അധികം പെണ്ണുങ്ങൾ തന്നെ ആയിക്കോട്ടെ ബസ്സിലൊക്കെ കയറാൻ. അപ്പോൾ ഈ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കൊക്കെ നമ്മളോട് ഭയങ്കര ഒരു ആ കയറുന്ന പെണ്ണുങ്ങളോട് ഒരു ദേഷ്യം പോലെയാണ് അവർ പെരുമാറുക. കാരണം എന്താ വെച്ചാൽ ഫ്രീ ആണല്ലോ. എന്നാലും തിരക്കൊക്കെ പോകട്ടോ. അധികം സ്കൂൾ കുട്ടികളും അതേമാതിരി നമ്മളൊക്കെ തന്നെയായിരിക്കും. നമുക്ക് പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ചില ദിവസങ്ങളിൽ ഫസ്റ്റ് ബസ് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ സെക്കൻഡ് ബസ്സാണെങ്കിൽ സീറ്റ് ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ബസ്സാകുമ്പോൾ ഫുള്ളായിരിക്കും ബസ്സിലെ. നമ്മൾ പോയ ബസ്സിലെ ആൾക്കാരും ഒക്കെ അതിൽ കയറും കേട്ടോ. അപ്പോൾ ഫുള്ളായിരിക്കും. ഞങ്ങൾ ആദ്യം തന്നെ പിന്നെ എന്താ പറയുക 15-ാം തീയതി അല്ലേ നമുക്ക് ഫ്രീ ആയി തുടങ്ങിയ. അപ്പോൾ ആ ദിവസം ഞാൻ എന്താ ചെയ്തതെന്നറിയോ, നമുക്ക് ഫ്രീ ആയിട്ട് എന്തായാലും ഞാൻ KSRTCയിൽ അങ്ങനെ പോകാറില്ല കേട്ടോ. കാരണം നമുക്ക് നിലമ്പൂർ ബത്തേരി ബസ്സുണ്ട്.